എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 26 ചോദ്യങ്ങളാണ് ചെയ്ത് കഴിഞ്ഞത് അല്ലേ. ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 27 ഏതാനും ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് ചോദ്യം? റൈറ്റ് 3 arithmetic sequences with the sum of first 7 terms as 70. ആദ്യത്തെ 7 പദങ്ങളുടെ 7 ടേംസുകളുടെ തുക 70 ആയി വരുന്ന 3 അരിതമെറ്റിക് സീക്വൻസുകൾ എഴുതുക. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എത്രയായിരിക്കണം? 70 ആയിരിക്കണം. അതായത് ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന ഏതെങ്കിലും 3 അരിതമെറ്റിക് സീക്വൻസുകൾ എഴുതണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് തുകയാണ് അല്ലേ, സമ്മ് തന്നിട്ടുണ്ട്. ഏതാണ്? ഓഡ് നമ്പറാണ്, 7 ടേംസിൻ്റെ അല്ലേ. അപ്പോൾ 7 ടേംസിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നാം എങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കുക? ഓഡ് നമ്പർ ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു സം അല്ലേ, തുക എന്ന് പറയുന്നത് m ഇൻറ്റു n, അതായത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ടേംസ് n എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 7 ടേംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 70 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മിഡിൽ നമ്പർ കണ്ടുപിടിക്കാമല്ലോ. m ഈസ് ഈക്വൽ ടു എന്ത് വരും? സമ്മിനെ s ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലേ. മിഡിൽ നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതായത് സം എത്രയാണ്? 70 ബൈ നമ്പർ ഓഫ് ടേംസ്. എത്ര ടേമുകളുണ്ട്? 7 അല്ലേ. അപ്പോൾ നമുക്ക് മിഡിൽ നമ്പർ കിട്ടി എത്രയാണ്? 70 ബൈ 7 10. മിഡിൽ നമ്പർ നമുക്ക് 10 വരാം. 10 എഴുതി. ഇനി നോക്കി 7 നമ്പറാണ് വേണ്ടത്, 7 ടേംസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ 7 ടേംസിൽ മിഡിൽ നമ്പർ ഇതായി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പുറത്ത് എത്ര എണ്ണം വേണം? ഇപ്പുറത്ത് 3 ടേം വേണം, ഇപ്പുറത്ത് 3 ടേം വേണം അല്ലേ. അപ്പോൾ 3 3 6 നടുവിൽ 1 7. ഇപ്പോൾ നോക്കിയാൽ 10 എഴുതി, 11 എഴുതി, 12 എഴുതി, 13. ഇതാണ് നമ്മുടെ മിഡിൽ നമ്പർ അല്ലേ. ഇനി ഇങ്ങോട്ട് എത്ര എണ്ണം എഴുതണം? 10ൽ നിന്ന് ഇവിടെ 1 കൂട്ടിയാണ് നമ്മൾ എഴുതിയത് അല്ലേ. അപ്പോൾ 1 കുറച്ച് എഴുതാം. അപ്പോൾ 9. ഇനി ഇവിടെ എത്ര വരും? 8. ഇവിടെ എത്ര വരും? 7. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സീക്വൻസ് ആയില്ലേ. മിഡിൽ നമ്പർ 10 കിട്ടി. അപ്പോൾ 7 8 9 10 11 12 13 3 സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ എഴുതി. ഇനി നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക്. ഇപ്പോൾ ദേ മിഡിൽ നമ്പർ ഫസ്റ്റ് 10 എഴുതി. ഇനി 1 കൂട്ടാൻ 2 കൂട്ടി എഴുതിക്കോ. അപ്പോൾ 10 കഴിഞ്ഞാൽ 12 അല്ലേ, 14 16. അപ്പോൾ 2 കുറച്ച് എഴുതിക്കോ. 8 6 4 അല്ലേ. അപ്പോൾ 4 6 8 10 12 14 16. ഇവിടെയും നോക്കിയാൽ മിഡിൽ നമ്പർ 10. ഇനി വേണമെങ്കിൽ 3 കൂട്ടി എഴുതിക്കോ, സിമ്പിളായിട്ട് അല്ലേ. ദേ അപ്പോൾ എത്ര വരും? 10 13 16 19. ഇവിടെ ആണെങ്കിലോ 3 കുറച്ച് കഴിഞ്ഞാൽ 7 4 1 അല്ലേ. അപ്പോൾ 1 4 7 10 13 16 19. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 30. അതായത് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 ടേമുകളുടെ തുക 30 ആണ്. പിന്നെയോ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, 7 ടേമുകൾ, ആദ്യത്തെ 7 ടേമുകൾ എടുക്കുകയാണെങ്കിലോ അതിൻ്റെ സമ്മ് 140 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ 3 ടേം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് 30ഉം ആദ്യത്തെ 7 ടേമും കൂടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് 140ഉമാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ 3 ടേം അല്ലേ. ഇപ്പോൾ നമുക്ക് x1 x2 x3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 അല്ലേ. ഇത് കൂട്ടിയാൽ എത്ര കിട്ടണം? 30 കിട്ടണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം സെക്കൻഡ് ടേം എന്താണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം അല്ലേ. x2 എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നോക്കിയേ, നമുക്ക് സമ്മ് തന്നിട്ടുണ്ട് അല്ലേ, 30 തന്നിട്ടുണ്ട്. എത്ര ടേമുകളുണ്ട്? 3 ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട 2 കാര്യങ്ങൾ കിട്ടി അല്ലേ. സമ്മ് കിട്ടി, എത്ര ടേമുകൾ കിട്ടി, പിന്നെ എന്താണുള്ളത്? മിഡിൽ നമ്പർ ആണ് അല്ലേ. ഇത് 3 തമ്മിലാണ് ബന്ധം. നമുക്ക് മിഡിൽ ടേം അല്ലേ. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ ടേം. മിഡിൽ ടേം ആണ് x2 അല്ലേ. x2 ആണ് മിഡിൽ ടേം. സീക്വൽ ടു എന്താണ്? മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? s ബൈ
നമ്മൾ നേരത്തെ ചെയ്തില്ലേ എസ് ബൈ എൻ അല്ലേ, എസ് ബൈ എൻ സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ് സീക്വൽ ടു സം എന്ന് പറഞ്ഞാൽ 30 ബൈ എത്ര ടേംസ് ഉണ്ട്, 1 2 3 ടേംസ് അല്ലേ, അതായത് 10. അപ്പോൾ ഇവിടെ ഒക്കെ നോക്കിയേ മിഡിൽ ടേമും സമ്മും പിന്നെന്താ നമ്പർ ഓഫ് ടേംസ് അല്ലേ, ഇത് തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, സം ഈസ് ഈക്വൽ ടു സം എന്ന് പറയുന്നത് എന്താണ്, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ, ഇതാണ് നാം പഠിച്ചത് അല്ലേ. ഇത് വെച്ചുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ. ഇവിടെ നോക്കിയാൽ മിഡിൽ ടേം കിട്ടണം എന്ത് വേണം, സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനുത്തരായി. ഇനി ചോദിച്ചിട്ടുള്ള രണ്ടാമത്തത് വാട്ട് ഈസ് ഫോർത്ത് ടേം. ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ഇങ്ങോട്ട് നോക്കിയാൽ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 140 അല്ലേ, ആദ്യത്തെ 7 ടേമുകളുടെ തുക 140 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് x1 x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 തുക എത്രയാണ്, സമ്മ് 140 ആണ്. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഫോർത്ത് ടേം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഫോർത്ത് ടേം നോക്കിയതിൽ ഇതാണ് ഫോർത്ത് ടേം അല്ലേ. ഫോർത്ത് ടേം എന്താണ്, ഈ ടേമിൽ അതായത് ഇവിടെ എത്ര ഉണ്ട്, 7 ഉണ്ട്, അതിലെ മിഡിൽ നമ്പർ ആണ്, മിഡിൽ ടേം ആണ് x4 അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്ത അതേ രൂപത്തിൽ നമുക്ക് x4 കണ്ടുപിടിച്ചൂടെ. x4 ഈസ് ഈക്വൽ ടു, അതായത് ഇവിടെയും മിഡിൽ ടേം തന്നെ, ഈക്വൽ ടു സം ബൈ അല്ലേ, സം ബൈ n നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ സം തുക എത്രയാണ് 140, ഇവിടെ 140 ബൈ നമ്പർ ഓഫ് ടേംസ് എത്ര ടേം ഉണ്ട്, 7 ടേം അല്ലേ. അപ്പോൾ 140 ബൈ 7 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 14 7 2 പ്രാവശ്യം അല്ല, പിന്നെ 0 നമ്മൾ കയറ്റിട്ടു, അപ്പോൾ 20. ഇനി അതിൽ മൂന്നാമത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ഫസ്റ്റ് 3 ടേംസ്. അതായത് ആദ്യത്തെ 3 ടേമുകൾ, ഈ സീക്വൻസിലെ ആദ്യത്തെ 3 ടേമുകൾ എഴുതാൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മുടെ ടേമുകൾ അല്ലേ. ഇവിടെ നമ്മൾ x4 നമ്മൾ കണ്ടുപിടിച്ചു 20 ആണെന്നല്ലേ, അതായത് ഇതിവിടെ നമുക്ക് 20 ആണെന്ന് കിട്ടി, ഇത് കിട്ടി 20. പിന്നെ ഏതാ നമ്മൾ കണ്ടുപിടിച്ചത്, x2 കണ്ടുപിടിച്ചിട്ടുണ്ട് 10, അപ്പോൾ ഇതും കിട്ടി 10. അപ്പോൾ ഇതിൽ 2 ടേമുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ. 2 ടേമുകൾ കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഡി ഈക്വൽ ടു എന്താണ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ, TD ബൈ PD അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 20 മൈനസ് 10 അതാണ് ടേം ഡിഫറൻസ് ബൈ അതിൻ്റെ പൊസിഷൻ അല്ല, സ്ഥാനം എത്രയാണ്, ഇത് 4 മൈനസ് 2 അതായത് 10 ബൈ 2 ഈക്വൽ ടു 5. ഇതാണ് കോമൺ ഡിഫറൻസ് D. അപ്പോൾ ഇതിൻ്റെ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് പദങ്ങൾ കണ്ടുപിടിക്കാമല്ലോ. രണ്ടാമത്തെ ടേം നമുക്കറിയാം എത്രയാണ്, 10 ആണെന്നല്ലേ. x2 10 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ x1 എന്തായിരിക്കും, 10ൽ നിന്ന് 5 കുറയ്ക്കുക അല്ലേ. x1 ആണ് കണ്ടുപിടിക്കുന്നത്, 10 മൈനസ് 5 അതായത് 5. അപ്പോൾ x1 നമുക്ക് കിട്ടി 5. അപ്പോൾ x1 കിട്ടി, x2 കിട്ടി അല്ലേ. ഇനി x3 3 പദമാണ് കണ്ടുപിടിക്കേണ്ടത്. x3 എന്നാൽ 10ൻ്റെ കൂടെ 10 പ്ലസ് 5 15. ആദ്യത്തെ ടേം 5, അടുത്തത് 10, അടുത്തത് 15 അല്ലേ. ഇതാണ് നമ്മുടെ സീക്വൻസ്. അത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. നോക്കിയാൽ ഇവിടെ നമുക്ക് എന്താണ്, ദി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 150. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 ടേംസ് 5 ടേംസിൻ്റെ തുക സമ്മ് 150 ആണ്. പിന്നെയോ ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഈസ് 550. ആദ്യത്തെ 10 ടേമുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് എത്രയാണ്, 550 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് തേർഡ് ടേം, മൂന്നാമത്തെ ടേം, മൂന്നാമത്തെ പദം എന്താണ്, ഏതാണ്. ഇവിടെ നോക്കിയാൽ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 ടേമുകൾ 150 ആണ് തുക അല്ലേ. അതായത് നമുക്ക് നോക്കിയാൽ x1 x2 x3 x4 x5 x6 x7
x8 x9 x10 ഇതാണ് നമ്മുടെ 10 ടേമുകൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 ടേമുകളുടെ തുക നമുക്ക് 150 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അത് 1 2 3 4 5 ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ ഈ 5 ടേമുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 150 കിട്ടും. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്, അതായത് 10 ടേമുകൾ കൂടി കൂട്ടുകയാണെങ്കിൽ എന്ത് വരും? 550 വരും അല്ലേ. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ കൂട്ടുകയാണെങ്കിൽ ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 550 കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ചോദ്യം? വാട്ട് ഈസ് തേർഡ് ടേം? മൂന്നാമത്തെ ടേം എന്താണ്? ഇവിടെ നോക്കിയാൽ മൂന്നാമത്തെ ടേം നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെ കൂട്ടിക്കഴിഞ്ഞാൽ 150, അതായത് ആദ്യത്തെ 5 ടേമുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞതല്ലേ ഈ 5 സെൻട്രൽ, അതായത് ഏത് പദമാണിത്? മിഡ് ടേം ആണ് അല്ലേ. മിഡ് ടേം ആണ് x3. x3 is equal to sum by number of terms n. കണ്ട, ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും. സീക്വൽ ടു എന്ത് വരും? സമ്മ് 150 150 ബൈ എത്ര ടേം? 5 ടേം. അപ്പോൾ എത്ര വരും? 15 5 3 പ്രാവശ്യം 1 0 30. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് 8th ടേം? എട്ടാമത്തെ ടേം എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ എട്ടാമത്തെ ടേം, ഈ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇത് x3, ഇതിൻ്റെ മിഡ് ടേം. ഇതോ എട്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്താണ് നമുക്ക് പിന്നെ തന്നിട്ടുള്ളത്? ഇത് മൊത്തം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 550 അല്ലേ. നമുക്ക് നോക്കിയാൽ ഈ ആറാമത്തെ ടേം മുതൽ അതായത് ഈ അവസാനത്തെ 5 ടേം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? ഈ 5 ടേം കൂടി കൂട്ടി എത്ര കിട്ടണം? മൊത്തം 550. അപ്പോൾ 550 നിന്ന് എത്ര കുറച്ചാൽ മതി? ഇത്രയും ഭാഗം കുറച്ചാൽ മതി അല്ലേ. 150 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടേമുകളുടെ തുക കിട്ടും അല്ലേ. അതായത് 550 മൈനസ് 150 400. അപ്പോൾ ഇത്രയും ടേം x4 x6 7 8 9 10 ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 400 കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഈ 5 ടേമുകളിലെ ഈ അവസാനത്തെ 5 ടേമിലെ മിഡ് ടേം x8. അപ്പോൾ നമുക്ക് 5 ടേമുകളുണ്ട്, അതിൻ്റെ സമ്മ് 400 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം കണ്ടുപിടിക്കാമല്ലോ. അത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ x8 സീക്വൽ ടു, അതായത് ഇതിൻ്റെ മിഡ് ടേം അല്ലേ. മിഡ് ടേം സീക്വൽ ടു സം ബൈ n. ഇവിടെ സം എത്രയാണ് വരാ? ഇതിൻ്റെ സമ്മുകൾ ഈ 5 ടേമുകളുടെ സമ്മ് 400 ആണ്. അതുകൊണ്ട് 400 ബൈ എത്ര എണ്ണം ഉണ്ട്? ടേമുകളുണ്ട് 5 ടേം അല്ലേ. 5. അപ്പോൾ 4 പോലെ 40 8 5 40 അല്ലേ. അപ്പോൾ 8 പ്രാവശ്യം അതിക്കൊരു 0 80. അപ്പോൾ എട്ടാമത്തെ ടേം നമുക്ക് കിട്ടി 80. ഇനി നമുക്കതിൽ മൂന്നാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടേംസ്? ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 ടേമുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യത്തെ 3 ടേമുകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. x1 x2 x3 ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ അറിയാം? x3 അറിയാം. എത്രയാണ് x3? നമ്മൾ കണ്ടുപിടിച്ചു 30. x8 അറിയാം. നമുക്ക് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 80 അല്ലേ. അപ്പോൾ ഈ 2 ടേമുകൾ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടൂലേ? x1 കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് നമുക്ക് കോമൺ ഡിഫറൻസ് d = x8 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 80 അല്ലേ. 80 മൈനസ് നമുക്കറിയാവുന്നത് പിന്നെ x3 ആണ് അല്ലേ. x3 എത്രയാണ്? 30. അപ്പോൾ 80 മൈനസ് 30 ബൈ അതിൻ്റെ പൊസിഷൻ എട്ടാമത്തെ പൊസിഷൻ 8 മൈനസ് ഇത് മൂന്നാമത്തെ പൊസിഷൻ 3. അതായത് 80 മൈനസ് 30 50 ബൈ 5 = 10. അപ്പോൾ അതാണ് 10 കോമൺ ഡിഫറൻസ്. 10 അല്ലേ. ഇവിടെ x3 നമുക്കറിയാലോ. x3 എത്രയാണ്? 30. അങ്ങനെയാണെങ്കിൽ x2 എത്രയായിരിക്കും? 30 നിന്ന് 10 കുറയ്ക്കുക അല്ലേ. 10 കുറച്ചാൽ 20. ഇനി x1 20 നിന്ന് 10 കുറച്ചാൽ 10. അപ്പോൾ ആദ്യത്തെ ടേമുകൾ ഏതൊക്കെ വരും? 10 20 30. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം അല്ലേ. എന്താണ് ചോദ്യം? സം ഓഫ് 11th ആൻഡ് 21st ടേം, ഇതിൻ്റെ രണ്ടിൻ്റെ സം വന്നിട്ടുണ്ട്. 11ാമത്തെ ടേമിൻ്റെയും 21ാമത്തെ ടേമും തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 80 കിട്ടുന്നു. വാട്ട് ഈസ് ദി 16th ടേം? അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടേം എന്തായിരിക്കും? ഇവിടെ നോക്കിയാൽ 11ാമത്തെ ടേമും 21ാമത്തെ ടേമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 80. ഈ രണ്ട് ടേമുകൾ മാത്രം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 80 കിട്ടും. ചോദ്യം എപ്പോഴും ശ്രദ്ധിച്ച് വായിക്കണം. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടേം എത്ര? ഇതാണ് ചോദ്യം. 11ഉം 21 അല്ലേ, ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര്. കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 80 കിട്ടും, 80 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 16th ടേം? 16ാമത്തെ ടേം എന്താണ്? ഇതാണ് ചോദ്യം. ഇവിടെ 16ാമത്തെ ടേം നമുക്ക് ഇവിടെ നോക്കിയാൽ ചെക്ക് ചെയ്താൽ അറിയാം, ഇത് മിഡ് ടേം ആണ് അല്ലേ, നടുവിലെ ടേമാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം സം തരാണെങ്കിൽ നമുക്കറിയാം മിഡ് ടേം കണ്ടുപിടിക്കാം അല്ലേ. സം ബൈ n അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് മൊത്തം സം അല്ല തന്നിട്ടുള്ളത്, പകരം എന്താണ്? 11ഉം 21ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 80 കിട്ടുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അല്ലേ, എന്താണ്? ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ അപ്പുറം ഇപ്പുറം അല്ലേ, ഒരേ ദൂരത്തിലുള്ള ഒരേ അകലത്തിലുള്ള രണ്ട് ടേമുകളുടെ തുക എപ്പോഴെന്തായിരിക്കും? ഈ മിഡ് ടേമിൻ്റെ അല്ലെങ്കിൽ നാം എടുക്കുന്ന ഈ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. ഓർമ്മയില്ലേ? അതായത് ഇപ്പോൾ ഈ ടേമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇതിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറം ഇത് തമ്മിൽ കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? ഇത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ. ഇനി ഇതും കൂടി കൂട്ടിയാലോ? അതും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. ഇനി ഇതും കൂടി കൂട്ടിയാലോ? ഇതിൻ്റെ ഇരട്ടി അല്ലേ. അപ്പോൾ ഇതായത് തുല്യ അകലത്തിലുള്ള രണ്ട് ടേമുകൾ എടുത്തിട്ട് അവ തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഇത് x16 അല്ലേ, ഇവിടുന്ന് തുല്യ അകലത്തിലാണ് 11ഉം 21ഉം കിടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി കിട്ടിയതിൻ്റെ പകുതിയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് x16 അങ്ങനെ കാണാം. x16 എന്തായിരിക്കും? ഇവ തമ്മിൽ കൂടി കൂട്ടാം അല്ലേ. ഈ കൂട്ടിയതിൻ്റെ തുക എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇത്. അതായത് x11ഉം x21ഉം കൂടി കൂട്ടി എത്രയാണോ അതിൻ്റെ പകുതി ബൈ 2. അപ്പോൾ ഇവിടെ x11ഉം x21ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു? 80 കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80 ബൈ 2 40. അപ്പോൾ x16 നമുക്ക് കിട്ടി 40. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം? ദി ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഒരു പെൻഡഗൺ, ഒരു പഞ്ചഭുജത്തിൻ്റെ ആംഗിളുകൾ എന്താണ്? അരിത്മെറ്റിക് സീക്വൻസിലാണ്, അതേ ഓർഡറിലാണ് പോകുന്നത്, 5 ആംഗിളുകളും. ഇനി ചോദ്യം എന്താണ്? ഇഫ് ദി ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദി തേർഡ് ആംഗിൾ? അപ്പോൾ ഈ ആംഗിളുകൾ, ഈ 5 ആംഗിളുകൾ നമ്മൾ ഓർഡറിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ചെറുതിന്ന് വലുത് അടുത്ത വലുത് അങ്ങനെ അത് ഒരു സീക്വൻസിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പഞ്ചഭുജം, അതായത് 5 സൈഡുകൾ ഉണ്ടായിരിക്കും അല്ലേ, അതിൻ്റെ മൊത്തം ആംഗിളുകൾ എത്രയായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ, ഇപ്പോൾ ഇതൊരു പഞ്ചഭുജം, ഇതിനെ നോക്കിയാൽ 5 സൈഡുകൾ 5 ആംഗിളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മൊത്തം ആംഗിൾ, ഇന്നർ ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? നമുക്കറിയാം ഏത് പോളിഗൺ ആയാലും ഇന്നർ ആംഗിളുടെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? n-2 × 180 അല്ലേ. ഓർമ്മയില്ല എല്ലാവർക്കും? സം ഇതൊന്നും മറന്നു വരുത്, ഇതൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. സം ഓഫ് ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? n-2 × 180. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ടോ ആ സൈഡിൻ്റെ എണ്ണം കൊടുക്കുക അല്ലേ. ഇപ്പോൾ ഒരു 5 സൈഡാണെങ്കിൽ 5 - 2 × 180. അതായത് 5 - 2 3 × 180. അപ്പോൾ 540. അപ്പോൾ എത്ര സൈഡ് ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 540 മൊത്തം ആംഗിളുകളുടെ തുക. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഈ 5 ആംഗിളുകൾ നമ്മൾ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ഈ 5 ആംഗിളുകൾ ആണെങ്കിൽ x1 + x2 + x3 + x4 + x5 ഇതാണ് 5 ആംഗിളുകൾ എന്ന് വിചാരിക്കുക. ഈ ആംഗിളുകൾ 5 എണ്ണം ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 540 കിട്ടണം അല്ലേ. മൊത്തം ആംഗിൾ 540 ആണ്. അതുകൊണ്ട് ഈ 5 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 540 കിട്ടണം. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ എന്താണ്? വാട്ട് വുഡ് ബി ദി തേർഡ് ആംഗിൾ അല്ലേ. അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് തേർഡ് ആംഗിൾ
അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ തേർഡ് ആംഗിൾ എന്ന് വെച്ചാൽ ഇതാണ് തേർഡ് ആംഗിൾ അല്ലേ, മൂന്നാമത്തെ ആംഗിൾ വരുന്നത്. ഇവിടെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 540. എത്ര ടേമുകളുണ്ട്? 5 ടേമുകളുണ്ട്. അപ്പോൾ ഇതല്ല മിഡ് ടേം നമുക്ക് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം അല്ലേ, വളരെ എളുപ്പം. അതായത് x3 = തേർഡ് ആംഗിൾ x3 = എന്ത് വരും? സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ്. അതായത് 540 ബൈ നമ്പർ ഓഫ് ടേംസ് 5 അല്ലേ, 5. അപ്പോൾ നോക്കിയാൽ 5ൽ 5 ഒരു പ്രാവശ്യം, ബാക്കി 4ൽ പോവില്ല. അപ്പോൾ എന്ത് വേണം? 0 ഇടണം, മറക്കണ്ട. 4ൽ പോവില്ല, അതുകൊണ്ട് നമ്മൾ 0 ഇട്ടു. പിന്നെ ഇനി ഇത് വേണം. ഇപ്പോൾ 40ൽ എത്ര പ്രാവശ്യം പോകും? 8 5 40 അല്ലേ, അപ്പോൾ 108. അപ്പോൾ x3 കിട്ടി നമുക്ക് 108 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇഫ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി, വാട്ട് ആർ ദി അതർ ആംഗിൾസ്? അല്ലേ, അതായത് സ്മോളസ്റ്റ് ആംഗിൾ ഡിഗ്രി ആണെങ്കിൽ, അതായത് ഇഫ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി, വാട്ട് ആർ ദി അതർ ആംഗിൾസ്? അപ്പോൾ ഇവിടെ നമുക്ക് x3 108 എന്ന് കിട്ടി. സ്മോളസ്റ്റ് ആംഗിൾ 40 ആണെങ്കിൽ അല്ലേ, ഇത് 40 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും മറ്റേ ആംഗിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച 2-3 രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഈ ടേം അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ആ കോമൺ ഡിഫറൻസ് ഇങ്ങോട്ട് കൂട്ടി പോന്നാൽ മതി അല്ലേ, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? ഇതിൻ്റെ ഇരട്ടി കിട്ടണം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് XY കണ്ടുപിടിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? D എത്ര വരും? മൂന്നാമത്തെ ടേം 108 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 108 മൈനസ് ഒന്നാമത്തെ ടേം 40 ആണെങ്കിൽ അല്ലേ, അപ്പോൾ 40 ബൈ 3 മൈനസ് 1. അപ്പോൾ എന്ത് വരും? 108 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 64 അല്ലേ, സോറി 68 ബൈ 2, അപ്പോൾ 34. x1 40, x2 എത്ര വരും? അപ്പോൾ 40 പ്ലസ് 34 74 ഡിഗ്രി. അപ്പോൾ x1 40 ഡിഗ്രി, x2 74 ഡിഗ്രി. ഇനിയും x3 എത്രയാണ് നമുക്കറിയാം അല്ലേ, 108 ഡിഗ്രി നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, 108 ഡിഗ്രി. ഇനി x4 108ൻ്റെ കൂടെ എത്ര കൂട്ടണം? കോമൺ ഡിഫറൻസ് 34 അല്ലേ, അപ്പോൾ 142 അല്ലേ, 142 ഡിഗ്രി. ഇനി x5 142ൻ്റെ കൂടെ 34 ഡിഗ്രി കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 176 ഡിഗ്രി. അപ്പോൾ ഇതാണ് 5 ആംഗിളുകൾ. ഇനി എന്താണ് മൂന്നാമത് ചോദിച്ചിട്ടുള്ളത്? അതിൽ മൂന്നാമത് ചോദ്യം നോക്കിയേ. ക്യാൻ ദി സ്മോളസ്റ്റ് ആംഗിൾ ബി 36? അതായത് ഇതിലെ ചെറിയ ആംഗിൾ 36 ഡിഗ്രി ആവാൻ പറ്റുമോ? ഇവിടെ നമുക്ക് കിട്ടിയ ചെറിയ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി അല്ലേ, 40 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 40 മുതൽ കൂടി ഇങ്ങനെ വന്ന് 176 വരെ ഡിഗ്രി വരും അല്ലേ. അപ്പോൾ 40 74 108 142 ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇങ്ങനെ കയറിപ്പോന്നു 176. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ സ്മോളസ്റ്റ് ആംഗിൾ 40ന് പകരം 36 ഡിഗ്രി ആയാൽ പല കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ x1 40ന് പകരം 36 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഡിഗ്രി എത്ര വരും എന്ന് നോക്കാം. 40 ആണെങ്കിൽ നമുക്ക് വലുത് കണ്ടുപിടിച്ചു. ഇനി 36 ഡിഗ്രി ആണെങ്കിൽ വലുത് എത്ര വരും? അപ്പോൾ നമുക്ക് ഇത് മാത്രം കണ്ടുപിടിക്കേണ്ട കാര്യം വരുള്ളൂ അല്ലേ, x5 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി മെത്തേഡ് ഏതാണ്? ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നമുക്ക്? ഇതിൻ്റെ മിഡ് ടേമിൻ്റെ ഇരട്ടി കിട്ടണം അല്ലേ. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാം. അതായത് ഈ x1ഉം x5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഈ ടേമിൻ്റെ ഡബിൾ കിട്ടണം അല്ലേ. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത്. അപ്പോൾ എന്ത് വരും? x1ഉം പ്ലസ് x5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നമുക്ക്? മിഡ് ടേം എത്രയാണ്? 108 അല്ലേ. അപ്പോൾ 108ൻ്റെ ഇരട്ടി കിട്ടണം അല്ലേ, 108 × 2. അതായത് എത്ര കിട്ടണം നമുക്ക്? 216 കിട്ടണം. ഇനി x1 36 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അല്ലേ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. x1 36 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ 36 പ്ലസ് x5
x1 36 ഡിഗ്രി ആയി കഴിഞ്ഞാൽ x1 36 പ്ലസ് x5 ഈസ് ഈക്വൽ ടു 216. അപ്പോൾ x5 എത്ര വരും? അതായത് അഞ്ചാമത്തെ ആംഗിൾ എത്ര വരും? 216 മൈനസ് 36 ഈക്വൽ ടു 180. അപ്പോൾ ചെറിയ ആംഗിൾ 36 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി വരും. നമുക്കറിയാം 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇവിടെ 5 ആംഗിളുകൾ വരുന്നുണ്ട് അല്ലേ? 180 ഡിഗ്രി ഒരു ലൈൻ, നമ്മുടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളാണ് 180 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കോൺ ഉണ്ടാവുന്നില്ല. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺ വരുന്നില്ല. അപ്പോൾ അതായത് ഇവിടെ ഇതിപ്പോൾ 180, ഇപ്പോൾ ഒരു ആംഗിൾ 180 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒരു സ്ട്രേറ്റ് ലൈനായി മാറും അല്ലേ? അപ്പോൾ അതായത് അങ്ങനെയാണെങ്കിൽ ഒരു പെൻറ്റഗൺ ഉണ്ടാവുമോ? പെൻറ്റഗൺ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും 180 ഡിഗ്രിയേക്കാൾ താഴെ വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഒരു ആംഗിൾ കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ എത്ര ആവില്ല? 180 ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇഫ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 36 ഡിഗ്രി, ദി ലാർജസ്റ്റ് ആംഗിൾ വിൽ ബി 180 ഡിഗ്രി അല്ലേ? അപ്പോൾ ഒരിക്കലും 180 ഡിഗ്രി ആവാൻ പറ്റില്ല. അപ്പോൾ ദി ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ കനോട്ട് ബി 180 ഡിഗ്രി. ഒരു ഇന്നർ ആംഗിൾ ഒരിക്കലും, ഒരു പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ ഒരിക്കലും 180 ആവുകയില്ല. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ